ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ബ്രഹ്മാവ് നാരദ മഹർഷിയോട് ഭഗവാന്റെ തത്വങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് കേൾപ്പിക്കുന്നതാണ് നാം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 6-ാം അധ്യായത്തിൽ നിന്ന് കേട്ടത്. വിശുദ്ധവും ഏകവും ജ്ഞാനസ്വരൂപവും എല്ലാറ്റിൻ്റെയും അന്തര്യാമിയായിരിക്കുന്നതും നിത്യസത്യവുമായ ആ ബ്രഹ്മതത്വത്തെ പ്രസന്നമായ ദേഹം, ശുദ്ധമായ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്നിവയോടുകൂടിയ മുനിമാർ അറിയുന്നുണ്ട്. എന്നാൽ ദുർജനങ്ങൾക്ക് അവയൊന്നും അറിയാൻ കഴിയില്ല. ഭക്തിയില്ലാത്തവർ, വേദത്തെ മനസ്സിലാക്കിയതായി ഭാവിക്കുന്നവർ, പാണ്ഡിത്യമുള്ളതായി അഹങ്കരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ആ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആവീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേത്ത ഇവൻ സുപേശൻ. കർണമാലിന്യത്തെ ശോഷിപ്പിക്കുന്നതായ മനോഹാരിത കലർന്ന ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ച് ഹേ നാരദ, നിനക്കായി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാം അധ്യായം സമാപിക്കുന്നത്. 7-ാം അധ്യായത്തിൽ സപ്തമേ ഭഗവൻ ലീലാവതാര ബ്രഹ്മണോദിത നാരദായതു തൽക്കർമ്മ പ്രയോജനഗുണൈ സഹ. ഭഗവാന്റെ ലീലാവതാരങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രഥമസ്കന്ധം 3-ാം അധ്യായത്തിൽ അവതാരങ്ങളെക്കുറിച്ച് ചുരുക്കി പറഞ്ഞിട്ടുള്ളത് നാം ഗ്രഹിച്ചു. ഈ അധ്യായത്തിൽ ഭഗവാന്റെ വരാഹം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങളെക്കുറിച്ച് അല്പം കൂടി വിശദമായി ബ്രഹ്മദേവൻ നാരദരോട് പറയുകയാണ്. നിത്യനായ നാശരഹിതനായ ഭഗവാൻ ഭൂതലത്തെ ഉദ്ധരിക്കാനായിട്ട് സകല യജ്ഞങ്ങളുടെയും സ്വരൂപമായിട്ടുള്ള വരാഹത്തിൻ്റെ രൂപം ധരിച്ചു. സമുദ്ര അന്തർഭാഗത്ത് നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന അവസരത്തിൽ ഭഗവാനെ എതിരിടാൻ പുറപ്പെട്ട ഹിരണ്യാക്ഷനെ ഇന്ദ്രൻ പർവ്വതത്തെ എന്ന പോലെ തേറ്റ കൊണ്ട് കീറിപ്പിളർന്നു. പിന്നീട് രുചി എന്ന പ്രജാപതിയിൽ നിന്ന് ആകൂതിയുടെ പുത്രനായി സുയജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. സുയജ്ഞന് ദക്ഷിണ എന്ന പത്നിയിൽ സുയമന്മാർ എന്ന ദേവന്മാർ ജനിച്ചു. ത്രിലോകങ്ങളുടെ ദുഃഖത്തെ അവർ ഇല്ലാതാക്കി. അങ്ങനെ ദുഃഖഹരണത്തിന് കാരണഭൂതനായ ഭഗവാൻ സ്വയംഭൂമനുവിനാൽ ഹരി എന്ന് പുകഴ്ത്തപ്പെട്ടവനായി. സ്വയംഭൂമനു ശ്രീഹരിയെ പൂജിച്ച് ഈശ്വരഭജനത്തിൻ്റെ മഹാത്മ്യം ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. പിന്നീട് കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിൽ 9 പുത്രിമാരും അവർക്ക് സഹോദരനായി കപിലനായി ഭഗവാനും പിറന്നു. കപിലദേവൻ സ്വന്തം മാതാവിന് ബ്രഹ്മജ്ഞാനത്തെ ഉപദേശിച്ചു. ആ ദേവഹൂതിക്ക് സാഖ്യശാസ്ത്ര വിശാരദനായ കപിലമുനി നൽകിയ ആത്മജ്ഞാനോപദേശത്തിലൂടെ
ലോകർക്ക് മഹത്തരമായ മുക്തിമാർഗം ഗ്രഹിക്കാൻ സാധിച്ചു. അത്രി മഹർഷിക്ക് തൻ്റെ പത്നിയായ അനസൂയയിൽ ഭഗവാൻ ദത്താത്രേയനായി അവതരിച്ചു. ദത്താത്രേയൻ യദുമഹാരാജാവിനും കാർത്തവീര്യ അർജുനനും ആത്മജ്ഞാനം ഉപദേശിച്ചു നൽകുകയുണ്ടായി. ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്കായി ആരംഭിച്ച അവസരത്തിൽ നാനാ ലോകങ്ങളെയും സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് അനേക സംവത്സരം തപസ്സനുഷ്ഠിച്ചു. സനാതനമായ ആ തപോനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് ആ ശ്രീഹരി സന എന്ന ശബ്ദം ചേർന്ന പേരോടുകൂടിയ 4 കുമാരന്മാരായിട്ട് ആവിർഭവിച്ചു. പൂർവകൽപ്പത്തിലെ പ്രളയത്തിൽ വിസ്മൃതിയിലാണ്ടുപോയ നശിച്ചുപോയ ആത്മതത്വത്തെ, വേദത്തെ ശരിയാം വണ്ണം ഉപദേശിക്കുക എന്ന ദൗത്യം ഈ ബ്രഹ്മചാരികൾ നിറവേറ്റി. സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ. ധർമ്മദേവൻ്റെ പത്നിയായ ദക്ഷപുത്രിയായ മൂർത്തിയിലാണ് പ്രത്യേക തപോവൈഭവത്തോടുകൂടിയ നരനാരായണന്മാരുടെ പിറവി. ഋഷീശ്വരന്മാരായ നരനാരായണന്മാർ തപസ്സിൻ്റെ മാഹാത്മ്യം എത്രത്തോളം എന്ന് കാണിച്ചു കൊടുത്തു. ആര് തപസ്സനുഷ്ഠിക്കുന്നത് കണ്ടാലും വേവലാതി പൂണ്ട ദേവേന്ദ്രൻ അത് മുടക്കാനുള്ള ഉപായങ്ങൾ കണ്ടെത്തും. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. നരനാരായണന്മാരുടെ തപസ് മുടക്കുവാൻ ദേവേന്ദ്രൻ സുന്ദരികളായ ദേവസ്ത്രീകളെ അയച്ചു. എന്നാൽ കാമദേവൻ്റെ സേനകളായ അപ്സരസുകൾക്ക് പോലും നരനാരായണന്മാരുടെ തപോനുഷ്ഠാനത്തിന് വിഘ്നമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, നരനാരായണന്മാർ ആ അപ്സരസുകളെപ്പോലും നാണിപ്പിക്കത്തക്ക സൗന്ദര്യമുള്ള ഉർവശിയെ ഊരുക്കളിൽ നിന്ന് സൃഷ്ടിച്ച് ഇന്ദ്രന് സമ്മാനമായി കൊടുത്തയക്കുകയാണുണ്ടായത്. തപസ് മുടക്കാൻ വന്ന ദേവസ്ത്രീകളോട് മഹർഷീശ്വരന്മാർക്ക് ഒട്ടും തന്നെ കോപമുണ്ടായില്ല. ഉത്താനപാദൻ്റെ പുത്രനായ ധ്രുവകുമാരൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ധ്രുവപദത്തെ നൽകി. ആ സുസ്ഥിര സ്ഥാനത്തെ മുകളിൽ നിന്ന് ഭൃഗ്വാദി മുനിമാരും കീഴ്ഭാഗത്ത് നിന്ന് വ്യോമചാരികളായ സപ്തർഷികളും സ്തുതിക്കുന്നു. തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച ബ്രാഹ്മണരുടെ ശാപമേറ്റ് നശിച്ചുപോയ പൗരുഷത്തോടെ നരകത്തിൽ പതിക്കുന്നവനായ വേനനെ രക്ഷിച്ച പുത്രപദം കൊണ്ട് അന്വർത്ഥമാക്കിയ പൃഥുചക്രവർത്തിയായി ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ ഭൂമിയിൽ നിന്ന് സകലവിധ സമ്പത്തുകളെയും കറന്നെടുത്തു. പുംനാമോ നരകാൽ പിതരം ത്രായതേ ഇതി പുത്ര. പുത് എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ കരകയറ്റുന്നവനാണ് പുത്രൻ. അതാണ് പുത്രശബ്ദത്തിൻ്റെ വ്യുൽപ്പത്തി. ഇത് പ്രകാരം പൃഥുചക്രവർത്തിയായി അവതരിച്ച ഭഗവാൻ വേനൻ്റെ പുത്രൻ എന്ന അന്വർത്ഥ സംജ്ഞയ്ക്ക് തികച്ചും അർഹനായി. ശ്രീഹരി നാഭി എന്ന രാജാവിന് സുദേവിയിൽ ഋഷഭൻ എന്ന പേരോടെ അവതരിച്ചു. സമദൃഷ്ടിയായി, സ്വസ്ഥനായി, പ്രശാന്തമായ അന്തഃകരണത്തോടെ വിമുക്ത സംഗനായിട്ട് ഒരു ജഡനെപ്പോലെ, ഭോഷനെപ്പോലെ ഉള്ള ജീവിതചര്യ, സമാധിചര്യ അനുവർത്തിച്ചത് ലോകത്തിന് പരമഹംസപദത്തിലേക്ക് എത്താനുള്ള മാർഗം കാട്ടിക്കൊടുക്കാനായിട്ട് ആണ് എന്ന് തന്നെ മനസ്സിലാക്കണം. ബ്രഹ്മസത്രത്തിൽ വെച്ച്
ഭഗവാൻ സ്വർണവർണ്ണമുള്ളതും കുതിരയുടെ പോലുള്ള മുഖമുള്ളതുമായ ഹയഗ്രീവനായി അവതരിച്ചു. ഹയഗ്രീവമൂർത്തിയുടെ നാസികയിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായത്. നസ്ത നാസാപുടത്തിൽ നിന്ന്. ഉശതി വാച ബഭ്രൂവു മോഹനങ്ങളായ വേദവചനങ്ങൾ ആവിർഭവിക്കുകയുണ്ടായി. യുഗാവസാന കാലത്ത് പ്രളയമുണ്ടായി. ഭാവിയിൽ മനുവായി തീരാനുള്ള സത്യവ്രതന് ദർശനം നൽകിക്കൊണ്ട് മത്സ്യനാരായണനായി പ്രളയജലത്തിൽ സമസ്ത ജീവരാശിക്കും ആശ്രയമായി തീർന്നു ഭഗവാൻ. ബ്രഹ്മമുഖത്ത് നിന്നുതിർന്നു വീണ വേദപദ്ധതികളെ സ്വീകരിച്ച് ആ ജലത്തിൽ വിഹരിക്കുകയുണ്ടായി. സത്യവ്രതന് അനുഗ്രഹം നൽകി. പാലാഴി കടഞ്ഞ് അമൃത് കൊണ്ട് വേണം ദേവന്മാർക്ക് ശാപം കൊണ്ടുണ്ടായ ജരാനരകളെ അകറ്റാൻ. അതിനായി കടകോലാക്കിയ മന്ദരപർവ്വതം താണുപോകാതിരിക്കാനായി പർവ്വതാകാരമായ ഒരു കൂർമ്മത്തിൻ്റെ രൂപം ധരിച്ച് മന്ദരപർവ്വതത്തെ പുറം കൊണ്ട് താങ്ങി ഉറപ്പിച്ചു ഭഗവാൻ. സ്വർഗവാസികളുടെ ഭയം തീർക്കുന്നവനാണ് സാക്ഷാൽ ശ്രീനാരായണൻ. ആ ഭഗവാൻ ഇളകുന്ന പുരികക്കുടികളും ദംഷ്ട്രങ്ങളോടുകൂടിയ ഭയങ്കര മുഖവും ആയ നരസിംഹാകൃതി സ്വീകരിച്ചു. ഗതയുമായി നേരിട്ട ഹിരണ്യകശിപുവിനെ ഞൊടിയിടയിൽ മടിയിലേക്ക് മറിച്ചിട്ട് നഖങ്ങൾ കൊണ്ട് കീറിപ്പിളർന്നത് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനായി തന്നെ. ഇന്ദ്രദ്യുമ്നൻ തടാകത്തിനുള്ളിൽ വെച്ച് അതിശക്തിയുള്ള മുതലയാൽ കാലിൽ പിടിക്കപ്പെട്ടു. ആ ആനത്തലവൻ അതീവ ദുഃഖിതനായിരിക്കെ തുമ്പിക്കൈ കൊണ്ട് ഒരു താമര പറിച്ചെടുത്ത്, ഹേ ആദിദേവ, സകല ലോകത്തിൻ്റെയും അധീശ്വര, പുണ്യകീർത്തെ, ശ്രവണത്താൽ തന്നെ മംഗളം കനിഞ്ഞരുളുന്ന തിരുനാമങ്ങൾക്കുടയവനെ എന്നിങ്ങനെയുള്ള സ്തുതിവചനങ്ങൾ കേൾക്കെ സർവജ്ഞനും അപരിച്ഛേദ്യനുമായ ശ്രീഹരി ഗജേന്ദ്രസ്തുതിയിൽ സന്തുഷ്ടനായി ചക്രായുധപാണിയായി ഗരുഡാരൂഢനായി ആ ചക്രത്താൽ മുതലയുടെ വായ കീറി പിളർന്ന് തന്നെ ശരണം പ്രാപിച്ച ആ ഗജേന്ദ്രനെ കാരുണ്യം കൊണ്ട് കയ്യിൽ പിടിച്ച് ആ മുതലയുടെ വായിൽ നിന്ന് സമുദ്ധരിച്ചു. ശാപം മൂലം ഗജേന്ദ്രനായി മാറിയ ഇന്ദ്രദ്യുമ്നൻ മുക്തനായി. കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും മകനായി ഭഗവാൻ വാമനനായി അവതരിച്ചു. മഹാബലിയിൽ നിന്ന് സ്വർഗം വീണ്ടെടുത്ത് ദേവന്മാർക്ക് തിരിച്ചു നൽകി. ഭഗവാൻ ഭക്തനായ മഹാബലിക്ക് അനുഗ്രഹം നൽകി. സുതലത്തിൻ്റെ അധിപതിയാക്കുക മാത്രമല്ല ചെയ്തത്, അടുത്ത മന്വന്തരത്തിൽ മഹാബലിക്ക് ഇന്ദ്രപദവി നൽകാൻ നിശ്ചയിക്കുകയും ചെയ്തു. ശ്രീ നാരദന് ഭക്തിയോഗവും ജ്ഞാനയോഗവും ഉപദേശിച്ച് നാരദ മഹർഷിയെ ഭക്തി ആചാര്യനാക്കുവാനായിട്ടാണ് ഭഗവാൻ ഹംസാവതാരം കൈക്കൊണ്ടത്. ഭഗവാൻ ഭാർഗവരാമനായി യമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ചത് അഹങ്കാരികളായ രാജാക്കന്മാരെ ഒതുക്കാനാണ്. അതിനായി 21 വട്ടമാണ് ക്ഷത്രിയവംശത്തെ നശിപ്പിച്ചത്. വിജയന്മാർക്ക് സനകാദികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ശാപം മൂലമാണ് ആദ്യം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ അസുരന്മാരുടെ ജന്മമുണ്ടായത്. അവരെ ഭഗവാൻ വരാഹമൂർത്തിയായും നരസിംഹമൂർത്തിയായും അവതരിച്ച് നിഗ്രഹിച്ച കഥ സൂചിപ്പിച്ചുവല്ലോ. അവരുടെ അടുത്ത ജന്മം രാവണ കുംഭകർണന്മാരായിട്ടായിരുന്നു. ആ രാവണ കുംഭകർണന്മാരെ നിഗ്രഹിച്ച് അവർക്ക് ശാപമോക്ഷം കൊടുക്കാനായി ഇക്ഷ്വാകു വംശത്തിൽ
ദശരഥപുത്രനായി ശ്രീരാമനായി ഭഗവാൻ അവതരിച്ചപ്പോൾ ശ്രീ അനന്തൻ ലക്ഷ്മണനായും ചക്രശംഖങ്ങൾ ഭരത ശത്രുഘ്നന്മാരായും അംശാവതാരവും സ്വീകരിച്ചു. പിതാവിൻ്റെ വാക്യത്തെ സത്യമാക്കി തീർക്കാനായി സീതാ ലക്ഷ്മണ സമേതനായി ശ്രീരാമചന്ദ്രൻ വനവാസം നയിച്ചു. ആ വനവാസകാലത്തെ വ്രതചര്യകൾ മാനുഷരൂപിയായ ശ്രീരാമചന്ദ്രന് വേണ്ടത്ര കരുത്ത് നേടിക്കൊടുത്തു. ദുഷ്ടനിഗ്രഹം സാധിച്ച് ഭൂഭാരം തീർത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണനായി വസുദേവ ദേവകീ ദമ്പതികൾക്ക് മകനായി പിറന്നു. യാദവ കുലത്തിൽ വസിച്ച് നന്ദഗോപ യശോദ ദമ്പതിമാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ശ്രീകൃഷ്ണൻ പിറന്നപ്പോൾ ശ്രീ അനന്തൻ ബലരാമനായി കൃഷ്ണജ്യേഷ്ഠനായി അവതരിച്ചു. ജയവിജയന്മാരുടെ മൂന്നാം ജന്മം ശിശുപാല ദന്തവക്ത്രന്മാരായിട്ടായിരുന്നു. അവരെ നിഗ്രഹിച്ചതോടെ ജയവിജയന്മാർ തീർത്തും മുക്തരായിത്തീർന്നു. കൃഷ്ണദ്വൈപായനൻ എന്ന പേരിൽ പരാശര മഹർഷിക്ക് സത്യവതിയിൽ ജനിച്ച വേദവ്യാസൻ ഭഗവാന്റെ അംശാവതാരം തന്നെ. വേദങ്ങളെ ചിട്ടപ്പെടുത്തുക കൊണ്ടാണ് വേദവ്യാസൻ എന്ന നാമധേയത്തിന് അർഹനായത്. വേദങ്ങളെ നാലായി വേർതിരിച്ചു എന്നതിനു പുറമെ പുരാണങ്ങൾ, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം എന്നിവ വ്യാസഭഗവാന്റെ സൃഷ്ടികളാണ്. എല്ലാ മന്വന്തരങ്ങളിലും മനുവംശ പാലകനായി അവതരിക്കുന്ന ഭഗവാൻ 10 ദിക്കുകളിലും തടവില്ലാതെ വ്യാപിക്കുന്ന സ്വപ്രഭാവമാകുന്ന സുദർശന ചക്രത്തെ ധരിച്ചിരിക്കുന്നു. സ്വചരിത്രങ്ങളാൽ ത്രിലോകങ്ങൾക്ക് മീതെയുള്ള സത്യലോകത്തിലും ഭഗവാന്റെ മോഹനമായ കീർത്തി വ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ ദുഷ്ടന്മാരായ രാജാക്കന്മാരിൽ നിന്ന് ദണ്ഡനീതിയെ പുലർത്തി. യശോരൂപനായ ഭഗവാൻ ധന്വന്തരിയായി അവതരിച്ച് മഹാരോഗങ്ങളെ ഇല്ലാതാക്കുന്നു. ഭഗവാന്റെ പ്രധാന അവതാരങ്ങളെയാണ് എടുത്തു കാട്ടിയത്. ഭാവിയിൽ ശ്രീബുദ്ധനായും കൽക്കിയായും അവതരിക്കും എന്ന് ബ്രഹ്മദേവൻ ശ്രീനാരദരോട് പറഞ്ഞു. കലിയുഗത്തിൽ ജനങ്ങൾ ദുഷ്ടന്മാരായിത്തീരും. ആ അവസരത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് കലിയെ നിഗ്രഹിക്കും. ഭഗവാന്റെ മായാ വിഭൂതികളായ അവതാരങ്ങൾക്ക് എണ്ണമില്ല. ബ്രഹ്മദേവൻ തുടർന്നു. താൻ തന്നെയും ശ്രീപരമേശ്വരനും ധർമ്മദേവനും ദേവന്മാരും രാജാക്കന്മാരും പ്രജാപതിമാരും മനുക്കളും എല്ലാം ഭഗവാന്റെ മായാ വിഭൂതികളാണ്. ഭാഗവത സങ്കല്പം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നതാണ്. ശ്രീകൃഷ്ണൻ ഭഗവാന്റെ പൂർണ്ണാവതാരമത്രേ. ഭഗവാന്റെ മായാ വിഭൂതികൾ മുഴുവനായി വർണ്ണിക്കുക എന്നത് മനുഷ്യസാധ്യമല്ല. ഭഗവാനെ ശരണം പ്രാപിച്ച അനേകം സ്ത്രീകൾ, ശൂദ്രർ, ജടായു, സമ്പാദി മുതലായവർ വിഷ്ണുപാദം പൂകിയിട്ടുണ്ട്. പാഞ്ചാലിക്ക് ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തതും സുധാമാവിൻ്റെ പത്നിക്ക് തുങ്കസൗധങ്ങൾ തീർത്തതും താനുണ്ട ചീരയിലയാൽ ദാന്തനുൾ തൃപ്തി ചേർത്തതും. ആരാണോ ആ ഭഗവാന്റെ പാദങ്ങൾ അണയുക, ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. ധർമാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം ഭഗവാൻ തന്നെ തരുന്നു. എല്ലാറ്റിനും കാരണം ശ്രീഹരി തന്നെ. ആ ശ്രീഹരിയുടെ ലീലാവിലാസങ്ങൾ ദശമസ്കന്ധം
വിസ്തരിച്ച് തന്നെ നമുക്ക് കാട്ടിത്തരുന്നത് കൊണ്ട് പൂതനാമോക്ഷം, കാളിയമർദ്ദനം, ധേനുകവധം, പ്രലംബവധം തുടങ്ങിയ ഭാഗങ്ങളൊന്നും ഇവിടെ വിസ്തരിക്കേണ്ടതില്ലെന്ന് കരുതുന്നു. ഭഗവാന്റെ അവതാരങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമാണ് ഭാഗവതം. സോയം ദേഭിഹിതസ്താത ഭഗവാൻ വിശ്വഭാവന സമാസേന ഹരേർനന്യതന്യസ്മാത് സദസച്ചേർ ഇദം ഭാഗവതം നാമ യന്മേ ഭഗവതോദിതം സംഗ്രഹോയം വിഭൂതീനാം ത്വമേതദ് വിപുലീകുരു. ശ്രീനാരായണൻ എനിക്കത് ഉപദേശിച്ചു തന്നു. ഭാഗവതം എന്നു പേരുള്ള ഈ തത്വത്തെ, ഭഗവത് വിഭൂതികളുടെ ഈ സംക്ഷേപത്തെ, ഹേ നാരദ, നീ വിസ്തരിച്ചു കൊള്ളുക. യഥാഹരൗ ഭഗവതി നൃണാം ഭക്തിർഭവിഷ്യതി സർവാത്മന്യഖിലാധാരേ ഇതി സങ്കല്പ്യവർണ്ണയ. സർവാത്മാവായി, സർവാധിഷ്ഠാനമായി, സർവഗുണസമ്പന്നനായിരിക്കുന്ന ശ്രീഹരിയിൽ ജനങ്ങൾക്ക് പ്രേമഭാവം ഉണ്ടാകുന്ന വിധത്തിൽ ഇതിനെ വർണ്ണിച്ച് കേൾപ്പിച്ചാലും ശ്രദ്ധയോടെ പതിവായിട്ട് ശ്രീഹരിയുടെ മായാലീലകളെ വർണ്ണിക്കുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും അന്ധക്കരണം ഒരിക്കലും മായാമോഹിതമല്ല. ബ്രഹ്മാവ് നാരദനെ പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാൻ ലോകാനുഗ്രഹാർത്ഥം കൈക്കൊണ്ട ജന്മകർമ്മങ്ങളെ ചുരുക്കി പറഞ്ഞ ശേഷം ബ്രഹ്മാവ് നാരദരോട് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് ഭഗവാനിൽ ഭക്തിയുറയ്ക്കുവാൻ ഉതകുന്ന വിധത്തിൽ ബ്രഹ്മതത്വോപദേശം ലോകത്തിൽ പ്രചരിപ്പിക്കണം. ഭക്തിനിഷ്ഠമല്ലാത്ത തത്വധാരണ നിഷ്പ്രയോജനമാണെന്ന് കൂടി അർത്ഥമാക്കുന്നുണ്ട് ഇവിടെ. ഈ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത്പാദത്തിൽ അണയാനുള്ള ഭാഗ്യം ഏവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായ വിചിന്തനം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.